ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് നോക്കിയേ, 6 മാസം മുമ്പ് വെറും 3 അടി മാത്രം ഹൈറ്റ് ഉള്ള ഒരു മാവ് നംഡോഗ്മായി ചെയ്ത് ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് ധാരാളം ബ്രാഞ്ചുകളായപ്പോഴാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തത്. വളരെയധികം വൈഡായിട്ട് വന്നിരുന്നു. നമുക്കിവിടെ കാഴ്ചകൾ മറയുന്ന രൂപത്തിലേക്ക് വരെ വന്നിരുന്നു. അത്രയും ഉഷാറായി വരാനുള്ള കാരണം നമ്മുടെ ഈ സൂപ്പർ കീമിൽ പറഞ്ഞ ജൈവവളം മാത്രമാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് 6 മാസം മുമ്പ് കേവലം ഇത്രമാത്രം ഹൈറ്റുള്ള 2 പ്ലാന്റുകൾ താഴെ വെച്ചാണ് ഇന്ന് ധാരാളം കൈകളും ഫ്രൂട്ടുകളുമായി 6 മാസം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇത്ര ആരോഗ്യത്തോടു കൂടി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു കായ്ക്കാത്ത ചെടി കുല കുത്തി കായ്ക്കും. ഇനി കായ്ച്ചില്ല നിങ്ങൾക്ക് പണം തിരിച്ചു തരും. അങ്ങനെ ഒരു കിടിലം വളമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ കീമിയിൽ മാജിക് ആകുന്നത് വേറെ പ്രത്യേക അത്ഭുതങ്ങളൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഗുണം കൊണ്ട് മാത്രമാണ്. നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ എണ്ണം കൊണ്ടും അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി കൊണ്ടും മാത്രമാണ് സൂപ്പർ കീമിൽ ഇത്രയും റിസൾട്ട് നമുക്ക് തരുന്നത്. സാധാരണ ജൈവവളങ്ങൾ ഉണ്ടാക്കുന്ന പല കമ്പനികളും ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് ഇതിന്റെ വില കുറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വില കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർക്കും. അതിൽ കർഷകൻ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത് വേപ്പിൻ പിണ്ണാക്ക് പോലത്തെ വിഷയങ്ങളിലാണ്. വേപ്പിൻ പിണ്ണാക്ക് തീരെ വേപ്പെണ്ണയുടെ കണ്ടന്റ് ഇല്ലാത്ത ഒരു വീഡിയോയിൽ വേപ്പെണ്ണയുടെ കണ്ടന്റ് പറയുകയും ചേർക്കുന്ന വളത്തിൽ അല്പം പോലും വേപ്പെണ്ണയുടെ കണ്ടന്റ് ഇല്ലാത്തതുമായ നിരവധി കമ്പനികളെ എനിക്കറിയാം, ഈ വിനീതനെ അറിയാം, നേരിട്ട് ഞാൻ പോയിട്ട് ഉറപ്പുവരുത്തിയാണ്. അതേസമയം നിങ്ങൾ നമ്മുടെ കമ്പനിയിലൊന്ന് വന്ന് നോക്കിയേ, നമ്മുടെ കമ്പനിയിൽ ഏതൊരാൾക്കും ഇവിടെ വന്ന് ഒരു റെസ്ട്രിക്ഷൻസും കൂടാതെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് നേരിട്ട് പരിചയപ്പെടാം. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് നേരിട്ട് പരിശോധിക്കാം. നമ്മളിവിടെ ചേർക്കുന്ന വേപ്പിൻ പിണ്ണാക്കിൽ 5% എണ്ണ ഉണ്ടെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് അത് വേപ്പെണ്ണ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. ഇത് ഈ ഒരു വേപ്പെണ്ണയിൽ മാത്രമല്ല, നമ്മൾ കടലപ്പിണ്ണാക്കാണെങ്കിലും മരോട്ടി പിണ്ണാക്കാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഈ ക്വാളിറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലുപൊടി പരമാവധി പ്രീമിയം ക്വാളിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ചാണകപ്പൊടി മുതൽ നമ്മൾ ലോക്കലി കളക്ട് ചെയ്താൽ കിട്ടുന്ന കച്ചറകളും അതുപോലെ തന്നെ മറ്റു കല്ല് മണ്ണ് പോലത്തെ ഒഴിവാക്കാൻ വേണ്ടി അഡ്വാൻസ്ഡ് ഫാമുകളിൽ നിന്ന് മാത്രം നമ്മൾ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടപ്പൊടിയും കോഴിക്കാഷ്ടമൊക്കെ പൊടി കളക്ട് ചെയ്യുന്നു. കോഴിക്കാഷ്ടപ്പൊടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മളെ ഈ ഏരിയയിൽ നിന്ന് ലോക്കലി കളക്ട് ചെയ്താൽ അതിൽ കോക്കോപീറ്റ്, ട്രീറ്റ് ചെയ്യപ്പെടാത്ത കോക്കോപീറ്റാണ് ആദ്യം അവിടെ ഇടുന്നത്. ആ സാധനം ഏകദേശം നമ്മളെ മൊത്തം 50% അതിലധികമോ വരുന്നുണ്ട്. അപ്പൊ 50%-ലധികം ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഒരു കോക്കോപീറ്റോട് കൂടിയ ഒരു കോഴിവളത്തിൽ നമുക്ക് കോഴിവളമായിട്ട് റിസൾട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. വളരെ കുറഞ്ഞ റിസൾട്ടേ കിട്ടുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നാമക്കല്ലിൽ നിന്ന് നേരിട്ട് മുട്ടക്കോഴിയുടെ വെറും കോഴിവളം മാത്രം പൊടിച്ചെടുക്കുന്നു. താരതമ്യേന നമുക്ക് റിസ്ക് കൂടുതലാണ്, സ്മെല്ലൊക്കെ കൂടുതലാണ്, പക്ഷെ അതിനാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ ഉണ്ടാകുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേപ്പിൻ പിണ്ണാക്ക്. ഇത് നിങ്ങൾ ഒന്ന് സ്മെല്ല് ചെയ്താൽ വളരെ അടുത്തേക്ക് നിങ്ങളുടെ മൂക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വളരെയധികം സ്മെല്ല് കിട്ടും. അതേസമയം മറ്റ് വേപ്പിൻ പിണ്ണാക്കുകൾ നിങ്ങൾ എത്ര മൂക്കിലോട്ട് അടുപ്പിച്ച് വെച്ചാലും ഒരു സ്മെല്ലും കിട്ടാത്ത, അതായത് ഓയിൽ കണ്ടന്റ് തീരെ ഇല്ലാത്ത വേപ്പിൻ പിണ്ണാക്കാണ് സാധാരണ മാർക്കറ്റിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇത്തരം വേപ്പിൻ പിണ്ണാക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലയും കൊടുക്കേണ്ടി വരും. ഈ വേപ്പിൻ പിണ്ണാക്ക് മാർക്കറ്റിൽ പൊതുവെ ലഭ്യമാകുന്ന വേപ്പിൻ പിണ്ണാക്ക കാണുന്ന കാഴ്ചക്ക് ഒരു പക്ഷേ വേപ്പിൻ പിണ്ണാക്കാന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പെണ്ണയുടെ ഒരു സ്മെല്ലും കിട്ടൂല. ഇത് യഥാർത്ഥത്തിൽ വേപ്പിൻ പിണ്ണാക്കിനെ മറ്റ് പല വേസ്റ്റുകളുമായി വീണ്ടും എക്സ്പെല്ലറിലിട്ട്, കൂടുതൽ ബോൾട്ടുള്ള എക്സ്പെല്ലറിലിട്ട് രണ്ടാമത് എണ്ണ എടുക്കാത്ത രൂപത്തിൽ പിണ്ണാക്കിന്റെ രൂപത്തിലേക്കാക്കി മാറ്റുന്നതാണ്. അങ്ങനെ മാറ്റുമ്പോൾ ജനങ്ങൾ കാണുമ്പോൾ വേപ്പിൻ പിണ്ണാക്കാവും, പക്ഷെ അവർക്ക് വളരെ കുറഞ്ഞ വിലക്ക് വിൽക്കാൻ കഴിയും. അതേസമയം ഇതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരം ഈ വേപ്പിൻ പിണ്ണാക്ക് കൊണ്ട് കിട്ടൂല. അതേസമയം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ വേപ്പിൻ പിണ്ണാക്ക് ജസ്റ്റ് കയ്യിലെടുത്ത് സ്മെല്ല് ചെയ്യാതെ തന്നെ നമ്മളെ കയ്യിലെടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാൻ സ്മെല്ല് കൊണ്ട് മാത്രമാണ് നമുക്ക് കഴിയുന്നത്. ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വളരെ വ്യക്തമാണ്. അതേസമയം സാധാരണക്കാരായ കസ്റ്റമർക്ക് ഇത് അറിഞ്ഞോളണമെന്നില്ല. അവര് വിലയുടെ കുറവ് കാരണം എന്ത് ചെയ്യും, ഈ വേപ്പിൻ പിണ്ണാക്കാണെങ്കിൽ നിങ്ങൾക്ക് 30-35 രൂപക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 കിലോ ലഭിക്കാം. അതേസമയം നിങ്ങൾക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 60-70 രൂപ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായി ഇത്രയും വില വ്യത്യാസത്തിൽ എനിക്കതിന് വേപ്പിൻ പിണ്ണാക്ക് ഞാൻ വളമല്ലേ കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വില കുറഞ്ഞത് എടുക്കും. പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുന്ന എന്താണ്, ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടിന്റെ 10-1 പോലും ഈ ബാഡ് വേപ്പിൻ പിണ്ണാക്കോട് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ സൂപ്പർ കീമിൽ എന്തുകൊണ്ട് ഇത്രയും റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്വാളിറ്റി നിലവാരം മാത്രമാണ്. ഇതുപോലെ ചേർക്കേണ്ട ഘടകങ്ങളൊക്കെ കൃത്യമായ അനുപാതത്തിൽ ചേർക്കുകയും ഏറ്റവും ക്വാളിറ്റിയിൽ ചേർക്കുന്നതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ് നമ്മുടെ റിസൾട്ട്. നമ്മുടെ റിസൾട്ട് പറഞ്ഞാൽ ഞങ്ങളൊരു വെല്ലുവിളി സ്വരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം പറയുന്നത്. വെറുതെ ജനങ്ങളെ അങ്ങ് ബോധിപ്പിച്ച് കുറെ ബിസിനസ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശമേ നമുക്കില്ല. നമ്മുടെ സൂപ്പർ കീമിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് റീഫണ്ട് ചെയ്യും. അങ്ങനെ റീഫണ്ട് ചെയ്യും എന്ന് പറയാൻ മാത്രം ഉറപ്പുള്ള കമ്പനികൾ എന്തായാലും കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത്രയും ധൈര്യം നമുക്ക് കോൺഫിഡൻസ് എനിക്കുള്ളത് നമ്മൾ നിരവധി കസ്റ്റമറിൽ നിന്ന് ധാരാളം
അവരുടെ റിവ്യൂ എടുത്തുകൊണ്ട് മാത്രം പറയുന്നതാണ്. എത്രയോ കസ്റ്റമർ, ഏതെങ്കിലും ഒരു കസ്റ്റമർ പോലും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇതുവരെ ഒരു ബാഡ് കമന്റും പറഞ്ഞിട്ടില്ല. പലപ്പോഴും സർവീസിൽ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത 1-2 ബാഗോ നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിക്കാത്ത വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം പലർക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാഗ് വേണമെന്ന് പറയും. നമുക്കാണെങ്കിലോ 5 ബാഗിൽ താഴെ കേരളത്തിൽ എവിടേക്കും എത്തിക്കാൻ സംവിധാനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു ബാഗും മറ്റോ കൊടുക്കുന്നവർക്കാണ് മറ്റൊരു സംവിധാനം ഞങ്ങൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിലൊട്ടാകെ നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. താലൂക്ക് അടിസ്ഥാനത്തിൽ വലിയ മുതൽ മുടക്കൊന്നും കൂടാതെ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ നിങ്ങളൊരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിലവിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഞങ്ങളുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് വിജയകരമായ ഒരു ജൈവവളത്തിന്റെ ഷോപ്പ് നിങ്ങളുടെ താലൂക്കിൽ തുടങ്ങാൻ നിങ്ങൾ സന്നദ്ധരായി കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. സാധനം നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരിക, ഷോപ്പ് തുടങ്ങി തരിക എന്നതിന്റെ പുറമെ മാർക്കറ്റിംഗിൽ നിങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നത് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പ്രധാനമായും അവർക്ക് സപ്പോർട്ട് വേണ്ടി ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് തന്നെയാണ്. അത് പൂർണ്ണമായും നമ്മൾ ഒരു 3 മാസത്തിനുള്ളിൽ സ്ഥാപനം വിജയിപ്പിച്ച് കൊടുക്കുക എന്ന പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. ഇൻ കേസ് നിങ്ങൾ തുടങ്ങിയ സ്ഥാപനം വിജയിക്കാത്ത പക്ഷം പൂർണ്ണമായും ഞങ്ങൾ സാധനം തിരിച്ചെടുക്കുകയും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ധൈര്യമായി മുന്നോട്ട് വരാൻ ആർക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ സീസണാണ്. ഈ സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പ് ഞങ്ങൾ ക്ലിക്ക് ആക്കി തരും. അപ്പൊ എന്തായാലും ഈ വളം കാണുമ്പോൾ കസ്റ്റമർക്ക് എന്തായാലും ആവശ്യം വരും. അപ്പൊ അവരുടെ ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കാൻ പറ്റും. തീർച്ചയായും. അതായത് നമുക്ക് പലതരത്തിലുള്ള കസ്റ്റമർ ഉണ്ട്. അതായത് നമ്മുടെ മിനിമം ക്വാണ്ടിറ്റി ആയ 5 ബാഗോ 10 ബാഗോ മുതൽ ഒരേ സമയം 100 ബാഗ് വരെ ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തത് മുതൽ സാധാരണ ഒരാഴ്ചക്കകം എത്തിക്കാറുണ്ട്. ഇൻ കേസ് ചില റൂട്ടുകളിൽ മാത്രം മാക്സിമം 10 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പലപ്പോഴും നിങ്ങൾ ഓർഡർ ചെയ്തത് മുതൽ 3-4 ദിവസം കൊണ്ട് എത്തിക്കാറാണ് പതിവ്. ഓർഡറിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ കഴിയുക. തീർച്ചയായും ഒരേ സമയം 100-50 ചെയ്യുന്നവർക്ക് പിന്നെ നമ്മൾ താമസിപ്പിക്കാതെ 3 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ നമ്മുടെ ഈ വളമായതുകൊണ്ട് നിങ്ങൾ ആദ്യം ഞാനൊരു 5 ചാക്ക് എടുത്തു നോക്കട്ടെ എന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് എത്രയാണോ, നിങ്ങൾക്ക് 20 ബാഗാണോ ആവശ്യം, 20 ബാഗ് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങാം. കാരണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരണമെങ്കിൽ അത്രമാത്രം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിലൊരു സംശയം നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സംശയം തോന്നേണ്ട. ആർക്കെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഈ ഭാഗത്തേക്ക്, ഞങ്ങളുടെ ഈ കമ്പനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരിട്ട് വന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പറയുന്നില്ല എന്തെങ്കിലും ആ ഭാഗത്തുകൾ ഉണ്ടോന്ന് നേരിട്ട് നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം. അത്രയ്ക്ക് ഉറപ്പാണ്. നമുക്ക് ജനങ്ങൾക്ക് ഇത് കൊടുത്ത് കസ്റ്റമർക്ക് റിസൾട്ട് കിട്ടിയിട്ട് അവര് വഴി മറ്റു കസ്റ്റമറിലേക്ക് എത്തിക്കൊണ്ട് തന്നെ വളരണം എന്നാണ് ഞാൻ എന്റെ സ്ഥാപനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാഴ്സൽ നമുക്ക് 50 കിലോയുടെ ബാഗുകൾ പാഴ്സൽ ചെയ്യാൻ പറ്റും. അതേസമയം പാഴ്സൽ ഓഫീസുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വീട്ടിലേക്ക് നേരിട്ടെത്തില്ല. കേരളത്തിൽ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് KRS വഴിയാണ്. KRS പോലത്തെ ഏതെങ്കിലും ഒരു പാർസൽ സർവീസ് വഴി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗൺ വരെ എത്തും. അവിടെ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ ഇവിടുത്തെ പ്രൈസിനേക്കാളും അല്പം പാർസൽ ചാർജിൽ ചെറിയ ഡിഫറൻസ് വരുമെന്ന് മാത്രം. അതേസമയം ഒരു 50 കിലോയുടെ ബാഗിന് 1600 രൂപ വെച്ചുകൊണ്ട് 5 ബാഗിന് മുകളിൽ ഓർഡർ ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും നമുക്ക് അവരുടെ വീട്ടുമുറ്റത്ത്, പ്രത്യേകിച്ച് പറയുന്നു ഇത് വയനാട് അല്ലെങ്കിൽ ഇടുക്കി പോലത്തെ പ്രദേശങ്ങളിൽ നമുക്ക് ഈ സർവീസ് 5 ബാഗിന് ചെയ്യാൻ കഴിയില്ല. പ്രധാനപ്പെട്ട മറ്റുള്ള എല്ലാ ടൗണുകളിലും നമുക്ക് 5-10 ബാഗോ അല്ലെങ്കിൽ അത് കൂടുതലുള്ളവർക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത മുതൽ ഒരാഴ്ചകം എത്തിക്കുന്ന ഒരു സർവീസ് നമുക്ക് ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം പാർസൽ അയക്കുമ്പോൾ 1-2 ബാഗോ ഒക്കെ മാത്രമേ പാർസൽ അയച്ചു തരും. ചെറിയൊരു പ്രൈസ് പാർസൽ ചാർജിന് കൂടുകയും പാർസൽ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പിക്ക് ചെയ്യുകയും വേണ്ടി വരും. അപ്പൊ സാറേ, ഞാൻ ഈ അത്ഭുത വളത്തെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നേരിട്ട് കാണാൻ വന്ന, അപ്പൊ സാറിന്റെ പേരെന്ന് പറയണം, പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പേരാണ്, ലൊക്കേഷൻ ഒന്ന് പറയാമോ? എന്റെ പേര് നൗഫൽ. ഓക്കെ. ഇത് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിൽ നിന്നും ചിറക്കാക്കോട് പോകുന്ന റോഡിലൂടെ ഏറെക്കുറെ ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്റർ കഷ്ടിച്ച് മാത്രം ദൂരെ ഒരു മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്ലാന്റേഷൻസ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ 100% റിസൾട്ട് ഉള്ള വള ആവശ്യമുള്ളവർ ഞങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി അഥവാ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലേ, വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.